പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വയം ബലിയായി മാറിയ ആ ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മയിൽ പെസഹ വ്യാഴാഴ്ചയുടെ നിറവിലായിരിക്കുമ്പോൾ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് വരുന്നൊരു വിറയലുണ്ട്. ശരിക്കും എൻ്റെ ദൈവമേ, എന്തൊരു സ്നേഹത്തോടു കൂടെയാണ് അങ്ങ് ആ രാത്രിയിൽ അങ്ങയെ തന്നെ മുറിച്ച് നൽകിയത്. പറയാൻ വാക്കുകളില്ലാത്ത വിധത്തിൽ, ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അഗാധമായ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവം എനിക്കായി തന്നെ ഇങ്ങനെ ബലിയായി മാറ്റിയ ആ ദിവസം. ഒന്നാമത്തെ വായനയുടെ അവസാനത്തിൽ നമ്മളത് കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. അതായത് കൊടുക്കുന്ന കൽപ്പന, ഒരു കുഞ്ഞാടിനെ കൊല്ലണം, ആ കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങൾ കട്ടിടപ്പടിയിൽ തേക്കണം, അത് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കണം, അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെയും അടയാളമായിരിക്കും എന്നൊക്കെ ഒന്നാമത്തെ വായന പറയുമ്പോൾ അതെങ്ങനെയാണ് നടന്നതെന്ന് രണ്ടാമത്തെ വായനയിൽ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയർപ്പിച്ചത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഇത് നിങ്ങൾക്കായി ഉള്ള എൻ്റെ രക്തമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അവിടെ ഒരു കുഞ്ഞാട് മുറിക്കപ്പെട്ടതുപോലെ ഇവിടെ ഞാൻ എൻ്റെ ശരീര രക്തങ്ങൾ മുറിച്ച് നിങ്ങൾക്ക് നൽകുകയാണ്. സുവിശേഷത്തിൽ അത് നമ്മളോട് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നൊരു കാര്യം, അത് എത്രമാത്രം സ്നേഹത്തോടെയാണ് കർത്താവ് തൻ്റെ ശരീര രക്തങ്ങൾ നൽകിയത്. പരാതിയില്ലാതെ, കണക്ക് പറച്ചിലുകളില്ലാതെ ഒരാൾ തന്നെ കൊടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് കർത്താവ് ഇങ്ങനെ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾക്ക് ചാര വന്നിരുന്ന് അവരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ചുംബിക്കുന്നൊരു കാഴ്ചയുണ്ട്. നമുക്ക് ഇത് മനസ്സിലാവില്ല. ഒരു പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ ഇങ്ങനെ പാത്രങ്ങളിൽ വെള്ളം വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വെള്ളം വെച്ചിട്ടുണ്ടാവും. ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അതുകൊണ്ട് നമ്മൾ പള്ളിമുറ്റത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പനമ്മയുടെ, ഭർത്താവ് ഭാര്യയുടെ, മാതാപിതാക്കളുടെ മക്കളുടെയൊക്കെ പാദങ്ങളൊന്ന് കഴുകിയിട്ട് പോകും. നമ്മൾ പ്രതീക്ഷിച്ചത് ഇത്രയും വലിയ സ്നേഹം കണ്ടിട്ട് ഇറങ്ങിയ ആളുകൾ തീർച്ചയായിട്ടും അവിടെ കാല് കഴുകാൻ ഇടിയായിരിക്കുന്ന, കയ്യിലെണ്ണാവുന്നത്ര മാക്സിമം ഒരു 10 വീട്ടുകാർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിറ്റുകളിലൊക്കെ പോയി ചോദിക്കുമ്പോൾ അവർ പറയാ, വെച്ചാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കഴുകണം എങ്ങനെ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കഴുകണം എങ്ങനെ? നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. കർത്താവിൻ്റെ കൽപ്പനയാണിത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് കണക്ക് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന ഈ പള്ളിമുറ്റത്ത് വെച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ ചെയ്യാൻ പോണേ? നമുക്കിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ക്രിസ്ത്യാനി എന്നുള്ള തലക്കെട്ടിൽ പോയാൽ മതി. പക്ഷേ ഈ പെസഹ വ്യാഴം നമ്മളെ വല്ലാതെ വെല്ലുവിളിക്കും. ഇത്രയും സ്നേഹം കാണിച്ചുകൊണ്ട് ഒരാളിങ്ങനെ സ്വന്തം ജീവിതം മുറിച്ചു തരാണ്. അത്രയും സ്നേഹത്തോടുകൂടെ മാത്രം അർപ്പിക്കപ്പെടേണ്ട ഒരു ബലിയിൽ നമ്മൾ ഒരു സ്നേഹവും ഇല്ലാതെ പങ്കുചേരാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ശരീരം തരാണ്. പരാതിയില്ല, കണക്ക് പറച്ചിലില്ല. ഈ ഒരു സ്നേഹം നമ്മുടെ സ്നേഹം വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നൽകിയ കൽപ്പനയാണ് ഇത്. അതായത് തൻ്റെ മുൻപിലിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് ഈശോയ്ക്ക് വ്യക്തമായിട്ടറിയാം, കൃത്യമായിട്ടറിയാം. ഈ നിൽക്കുന്ന ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും, ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അത് പത്രോസ്ലീഹയോട് കർത്താവ് നേരിട്ട് തന്നെ പറയും, ഈ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിരിക്കും. യൂദാസിനോടും കർത്താവ് പറയും, നീ ചെയ്യാനുള്ളത് പോയി ചെയ്യുക. കാര്യം ക്രിസ്റ്റൽ ക്ലിയറാണ് കർത്താവ്. നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും, അതും പറയുന്നുണ്ട് കർത്താവ്. ഇടയനെ അടിക്കും, ആടുകൾ ചിതറിക്കപ്പെടും, നിങ്ങൾ എന്നെ വിട്ടിട്ട് ഓടിപ്പോകും. ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടാണ് തൻ്റെ കുരിശിൽ പൂർത്തിയാക്കേണ്ട ബലി ഇങ്ങനെ കർത്താവ് ഇങ്ങനെ സ്ഥാപിക്കുന്നത്. അവിടെ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും തന്നെ വിട്ടുപേക്ഷിച്ച് ഓടിപ്പോകുമെന്ന് ഉറപ്പുള്ള മനുഷ്യരുടെ മുൻപിൽ നിന്ന് കർത്താവ് പറയാണ്, ഞാൻ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചതാണ്.
ഞാൻ എത്രമാത്രം നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തതാണ്, എന്നിട്ട് നിങ്ങൾ എന്നെ ഇതൊക്കെയാണല്ലോ ചെയ്യാൻ പോണത്, എന്നാലും എന്നാ ഇത് പിടിക്കുക. അതായിരുന്നില്ല. ഒരു പരാതിയും പറയണില്ല, ഒരു കണക്ക് കുറച്ചിലുമില്ല. നമ്മുടെ സ്നേഹത്തിന് പരാതികളുണ്ട്, നമ്മുടെ സ്നേഹത്തിന് കണക്ക് വയ്ക്കലുകളുണ്ട്, നമ്മുടെ സ്നേഹങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിമാൻഡ്സ് ഉണ്ട്. ഇവിടെയാണ് ഈ പെസഹ വ്യാഴാഴ്ച നമ്മളെ വെല്ലുവിളിക്കുന്നത്. ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ ഇങ്ങനെ കണക്കുകൂട്ടലുകളില്ലാത്ത വലിയ കരുതലിൻ്റെ അടയാളമായി ഒരു അപ്പം മുറിക്കൽ ശുശ്രൂഷ, ഒരു പെസഹ രാത്രി. അവിടെ ഒരാൾ തന്നെ മുറിച്ച് വിളമ്പുന്നു. അവരുടെ കാലാകാലത്തോളമുള്ള ജീവിതത്തിൻ്റെ ഓർമ്മയായി ഇതെന്നും നിലനിൽക്കാനായി ഇങ്ങനെ ഈശോ സ്വന്തം ശരീരരക്തങ്ങൾ നൽകുന്നു. അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. ബുദ്ധൻ മടങ്ങിപ്പോകുന്നതിന് മുൻപ് ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് എന്തെങ്കിലും തരിക. ബുദ്ധൻ ഇങ്ങനെ ഒരു നല്ല മണമുള്ള മുല്ലപ്പൂ എടുത്തു കൊടുക്കും. ആദ്യത്തെ ദിവസം ഇത് ആ വീടിനെ മുഴുവൻ ഇങ്ങനെ സുഗന്ധപൂരിതമാക്കും. രണ്ടാം ദിവസം അതിയെ സുഗന്ധം കുറഞ്ഞു തുടങ്ങും. മൂന്നാം ദിവസം അത് വാടിത്തുടങ്ങുമ്പോൾ അതിൻ്റെ മണം മാറും. നാലാം ദിവസം അത് ഉണങ്ങി തുടങ്ങും. അതോടുകൂടി അതിൻ്റെ ഓർമ്മയും ഇല്ലാതാവും. ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കും, ഞങ്ങൾക്ക് അങ്ങയുടെ ഓർമ്മയ്ക്കായിട്ട് എന്താ? ഇതാ എൻ്റെ ശരീരവും രക്തവും. പീറ്റർ അത് കഴിക്കുന്നു. അത് അയാളുടെ ഉള്ളിൽ ഇങ്ങനെ ജീവനായി പടരുന്നു. ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറയുന്നു. ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത ഓർമ്മയായി, ഇങ്ങനെ ജീവനായി അവൻ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മയാണ് പെസഹ. എന്തൊരു സ്നേഹമാണ്! ആ സ്നേഹത്തോടുകൂടെ ഇനി ജീവിച്ചു തുടങ്ങാൻ വേണ്ടി അവൻ എൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ് പരിശുദ്ധ കുർബാന. ഇനി അത് പാദം കഴുകി സ്നേഹിക്കാനായിട്ടുള്ള ചലഞ്ച് നമ്മുടെ മുൻപിൽ വെക്കാണ്. കർത്താവെ, അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഈ ബലി അർപ്പിക്കുന്നതിന് യോഗ്യരല്ലാതായി തീരും. സ്വന്തം വീട്ടിലെ പ്രിയപ്പെട്ടവരുടെ പാദം തൊടാൻ പോലും അറയ്ക്കുന്ന ഞങ്ങൾ എങ്ങനെയാണ് ഈ പരിശുദ്ധ കുർബാനയ്ക്ക് വന്നു നിന്ന് അങ്ങയെ അനുഭവിക്കുന്നവരായി തീരുക? കർത്താവെ, പരസ്പരം പാദം കഴുകുന്ന വിധത്തിൽ താഴ്മ കാണിക്കാനും ഒരു പരാതിയും കൂടാതെ സ്നേഹിക്കാനും ഒരു കണക്ക് പറച്ചിലുകളും ഇല്ലാതെ ചേർത്ത് പിടിക്കാനൊക്കെ വേണ്ട വലിയ സ്നേഹം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം ഈ പെസഹ ദിനത്തിലേക്ക് പ്രവേശിക്കാൻ. അതിനായിട്ട് ആ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്കും നിറച്ചു തരണമേ എന്ന് യോഹന്നാൻ സ്ലീഹയാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നൊരു കാഴ്ച. ആ സ്നേഹം യോഹന്നാൻ്റെ ഉള്ളിലേക്ക് അത് കിട്ടിയത് കണക്ക്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ യോഹന്നാൻ സ്ലീഹ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ കൂട്ടുനടക്കും. കർത്താവിനോട് കൂടെ കാൽവരിയിൽ താഴെ നിൽക്കും. ബാക്കി എല്ലാവരും ഓടിപ്പോകുന്ന നേരത്ത് പോലും അവൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ഒരാൾക്ക് പിന്നെ ഒരാളെയും ഇങ്ങനെ പകുതി വഴിയിൽ വിട്ടിട്ട് പോകാൻ പറ്റും. അവരുടെ ഏത് പീഡാനുഭവങ്ങളിലും കൂടെ അവരെ ചേർത്ത് പിടിച്ചു കർത്താവെ ആ സ്നേഹം കൊണ്ട് ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, എൻ്റെ പ്രിയപ്പെട്ടവരെ കെട്ടിപ്പിടിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള വിധത്തിലൊരു സ്നേഹം, അതിന് ലജ്ജിക്കാത്ത വിധത്തിൽ ഒരു സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് എന്തൊരു നാണക്കേടാ കൂടെയുള്ളവരോട് ഐ ലവ് യു പറയാനായിട്ട്. അങ്ങനെ പറയണമെന്നില്ല. ഒന്ന് അവരുടെ കൈ പിടിക്കാനായിട്ട്, സുഖമാണെന്ന് ചോദിക്കാനായിട്ട്, എന്ത് പറ്റിയെന്നറിയാനായിട്ട്, ചേർത്ത് പിടിച്ചിരിക്കാനായിട്ട്. ഈ രാത്രി നമ്മളെ അതിനെ നിർബന്ധിക്കും. കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. പരാതി പറയാത്ത, കണക്ക് വയ്ക്കാത്ത, ഡിമാൻഡുകളില്ലാത്ത വിശുദ്ധമായ സ്നേഹം ജീവിക്കാൻ സ്വർഗത്തിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്കുറക്കത്തിലേക്ക് പോകാം.
ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ